All are welcome to ELP of Comrade Media English Learning Program. ടെൻസ് കഴിഞ്ഞ എപ്പിസോഡുകൾ ഡിസ്കസ് ചെയ്യുകയായിരുന്നു. ഇന്ന് ഒരു ക്യൂറിയസ് ഫാക്റ്റ് പറഞ്ഞുകൊണ്ട് ടെൻസിൻ്റെ ബാക്കി ഭാഗങ്ങളിലേക്ക് വരാം. ഒന്ന്, നമ്മൾ കഴിക്കുന്ന ജ്യൂസുകൾ, നാരങ്ങ വെള്ളത്തിന് ലെമണേഡ് എന്ന് പറയും. ഇപ്പം ലെമണേഡ് പറയത്തില്ല, LEMONADE, ലെമൺ എന്നേ പറയുള്ളൂ. ഇതിൻ്റെ ആ സ്പെല്ലിങ്ങും ഷഫിൾ ചെയ്ത് മാറ്റിയിട്ടാൽ വേറൊരു സാധനം നമ്മൾ കഴിക്കുന്നതാണ്, ജ്യൂസായി കഴിക്കുന്നതാണ്. അത് മെലൺ, MELON, തണ്ണിമത്തൻ എന്ന് പറയുന്നതാണ് മെലൺ. അപ്പം ലെമണും മെലണുമായി. ഇനി ഇതിനോട് സാദൃശ്യമുള്ള മറ്റൊരു വാക്കുണ്ട്, അത് ഫെലൺ എന്നൊരു വാക്ക്, FELON. ഫെലൺ എന്ന് പറഞ്ഞാൽ ദ ക്രൂവലസ്റ്റ് ക്രിമിനലാണ്. ഏറ്റവും മഹാപാതക, വെറും ക്രിമിനലല്ല, വെറും മർഡററും അല്ല, അതിക്രൂരനായ കുറ്റവാളിയെ അല്ലെങ്കിൽ മർഡറിനെ ഫെലൺ എന്നാണ് പറയുന്നത്. മഹാപാപി എന്നൊക്കെ പറയാം. അത്തരം കുറ്റകൃത്യത്തെ ക്രൈം അല്ലാതെ ഫെലണിയാണ്, FELONY. ഇനി നമുക്ക് ടെൻസിലേക്ക് വരാം. കഴിഞ്ഞ എപ്പിസോഡുകളിൽ നമ്മൾ ആദ്യം സിമ്പിൾ പ്രസൻറ്റ് പറഞ്ഞു. സിമ്പിൾ പ്രസൻറ്റ് നമ്മൾ പറഞ്ഞത് യൂസ് ഓർ ആഡ് yes or es to first form of verb when the subject is singular except I and you. സബ്ജക്റ്റ് ഐയും യുവും ഒഴികെ സിംഗുലർ ആകുമ്പോൾ ഒന്നാം വെർബിനോടൊപ്പം, വെർബിൻ്റെ 3 ഫോംസ് ഉണ്ട്, അതിൽ V1നോടൊപ്പം എസ് എന്നോ ES എന്നോ ചേർക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ ഐക്കും യുവിനും അത് ബാധകമല്ല, എക്സെപ്റ്റ് I ആൻഡ് യു ആണ്. ഐക്കും യുവിനും പ്ലൂറിൻ്റെ വില തന്നെയാണ് എന്ന് നമ്മൾ പറഞ്ഞു. അതുപോലെ 7 സിറ്റുവേഷൻസ് പറഞ്ഞു. ഈ സിമ്പിൾ പ്രസൻറ്റ് ഉപയോഗിക്കുന്ന 7 സിറ്റുവേഷൻ ഒരു ജനറൽ ആക്ടിവിറ്റി, കോമൺ ആക്ടിവിറ്റിയെ സൂചിപ്പിക്കുവാൻ സിമ്പിൾ പ്രസൻറ്റ് ഉപയോഗിക്കുന്നു. ദ കൗസ് ഈറ്റ് ഗ്രാസ്, ദ ബേർഡ്സ് ഈറ്റ് ഗ്രെയിൻസ് എന്നൊക്കെ പറഞ്ഞു. അടുത്തതായിട്ട് നമ്മൾ പറഞ്ഞത് ഒരു റെഗുലർ ആക്ടിവിറ്റിയാണ്. ഐ ഗോ ടു കോളേജ് ഓൺ ബൈസിക്കിൾ, മൈ ബ്രദർ ഗോസ് ടു കോളേജ് ഓൺ ബൈക്ക്, മൈ ഫാദർ ഗോസ് ടു. കണ്ട, ഫാദറും ബ്രദറും വന്നപ്പം ജിയോയുടെ കൂടി യെസ് വന്നു. മൈ ഫാദർ ഗോസ് ടു ഓഫീസ് ഇൻ ഹിസ് കാർ, മൈ സിസ്റ്റർ ഗോസ് ടു സ്കൂൾ ബൈ സ്കൂൾ ബസ്. ഇതെല്ലാം പറഞ്ഞു. അതൊരു റെഗുലർ ആക്ടിവിറ്റിയാണ്. പോകുന്നു, ഇപ്പോൾ പൊക്കോണ്ടിരിക്കണമെന്നൊന്നുമില്ല, ഈ സമയത്ത് പൊക്കോണ്ടിരിക്കണമെന്നൊന്നുമില്ല. പിന്നെ ഹാബിച്വൽ ആക്ടിവിറ്റി എന്ന് പറഞ്ഞു മൂന്നാമത്തെ ഹാബിച്വൽ ആക്ടിവിറ്റി എന്ന് പറയുമ്പോൾ നമ്മൾ ഓൾ ദി പേരൻസ് ലുക്ക് ആഫ്റ്റർ ദെയർ ഓൺ ചിൽഡ്രൻ. ഓൾ ദി പേരൻസ് ലുക്ക് ആഫ്റ്റർ ദെയർ ഓൺ ചിൽഡ്രൻ. ജനറലി ദി സ്റ്റുഡൻസ് റെസ്പെക്ട് ദ ടീച്ചേഴ്സ്, എൽഡേഴ്സ് ആൻഡ് പേരൻസ്. പേരൻസ്, എൽഡേഴ്സ് ആൻഡ് ടീച്ചേഴ്സ്, ദ സ്റ്റുഡൻസ് റെസ്പെക്റ്റ്. പൊതുവേ ഉള്ള ഒരു ഹാബിച്വൽ ട്രൂത്താണ്. അടുത്തത് നാലാമത്തത് സ്പെഷ്യൽ എബിലിറ്റി അല്ലെങ്കിൽ ടാലൻറ്റിനെ കാണിക്കുകയാണ്. ഒരു സ്പെഷ്യൽ എബിലിറ്റി, മൈ യങ്ങർ സിസ്റ്റർ സിങ്സ് വെൽ. എൻ്റെ ഇളയ സഹോദരി ഭംഗിയായിട്ട് പാടുന്നു. ഇപ്പോൾ അവൾ ഇവിടെ ഉറങ്ങുമായിരിക്കും, പക്ഷേ പൊതുവേ പറഞ്ഞു അവളുടെ ശീലം ഒരു സ്പെഷ്യൽ ആക്ടിവിറ്റി എന്നാണ് ഇംഗ്ലീഷിൽ പറയുന്നത്. ടാലൻറ്റ് എന്നാണ്, TALENT, ടാലൻ്റാണ്. അത് ഇങ്ങനെ നമ്മൾ പറയുമ്പോൾ ദാറ്റ് ലിറ്റിൽ ബോയ് ഡ്രോസ് ബ്യൂട്ടിഫുൾ പിക്ചേഴ്സ്, ആ കൊച്ചു പയ്യൻ മനോഹരമായ പടങ്ങൾ വരയ്ക്കുന്നു എന്നൊക്കെ പറഞ്ഞു. അത് ഇപ്പം 5 എണ്ണം കഴിഞ്ഞിരിക്കുകയാണ്. ആറാമത്തത് ഒരു ഹാബിറ്റിനെ കാണിക്കുന്നതാണ്. ഒരു ഹാബിറ്റ് എന്ന് പറയുമ്പോൾ മൈ ഗ്രാൻഡ് ഫാദർ ഗെറ്റ്സ് അപ്പ് ബൈ 5 എവറി മോർണിംഗ്. അപ്പോൾ അപ്പൂപ്പൻ്റെ ശീലമാണ്. എൻ്റെ ഗ്രാൻഡ് ഫാദർ 5 മണിയോട് ബൈ ഞാൻ ചേർത്തത് പ്രിപ്പോസിഷനെ അറ്റും ചേർക്കും ബൈയും ചേർക്കും. എക്സാക്ട് സമയമാണെങ്കിൽ കറക്റ്റ് 5 മണിക്ക് തന്നെയല്ലോ, 10 മിനിറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടോ ആവാം. അവിടെ 5 മലയാളത്തിൽ നമ്മൾ പറയും 5 മണിയോട് കൂടി. അപ്പോൾ എല്ലാ ദിവസവും രാവിലെ 5 മണിയോട് കൂടി എഴുന്നേൽക്കും. ചിലപ്പോൾ 10 മിനിറ്റ് ലേറ്റ് ആവാം, 10 മിനിറ്റ് നേരത്തെ ആകാം. വി ഗോ ടു സ്ലീപ്പ് ബൈ 9:30. ഒരു 9:00 കൂടി ഞങ്ങൾ ഉറങ്ങാൻ പോകുന്നു എന്ന് പറയാം. ഇതെല്ലാം നമ്മുടെ ശീലത്തെ കാണിക്കുകയാണ്. അടുത്തതായിട്ട് നമുക്ക് ആറാമത്തത് യൂണിവേഴ്സൽ ട്രൂത്താണ്.
പ്രപഞ്ച സത്യമാണ്. ദി എർത്ത് റിവോൾവ്സ് റൗണ്ട് ദി സൺ. ഭൂമി സൂര്യനെ ചുറ്റുന്നു. ദ സൺ റൈസസ് ഇൻ ദി ഈസ്റ്റ്, സെറ്റ്സ് ഇൻ ദി വെസ്റ്റ്. ഇതെല്ലാം യൂണിവേഴ്സൽ ട്രൂത്താണ്. ഇനി ക്യൂറിയസ് ആയിട്ടുള്ള കാര്യമാണ്, നമ്മൾ സംസാര ഭാഷയിലും അല്ലാതെയും ഒരു ഷെഡ്യൂൾഡ് ഫ്യൂച്ചർ ആക്ടിവിറ്റിയെ കാണിക്കുന്നതിനും ഇത് ഉപയോഗിക്കാറുണ്ട്. മലയാളത്തിൽ പറഞ്ഞു നോക്കുമ്പോൾ നമുക്കറിയാം, മനസ്സിലാവും. ഇവിടെ എൻ്റെ അച്ഛൻ അടുത്ത മാസം ആദ്യത്തെ ആഴ്ച ഗൾഫിൽ നിന്ന് വരുന്നു. ദി ഫസ്റ്റ് വീക്ക് ഓഫ് നെക്സ്റ്റ് മന്ത് മൈ ഫാദർ കംസ് ഫ്രം ഗൾഫ്. കംസ് അവർ വിൽക്കം എന്ന് പറയണമെന്നില്ല, വരും എന്ന് ഫ്യൂച്ചറിൽ പറയണമെങ്കിൽ വിൽക്കമാണ്. ഇപ്പോൾ സ്പോക്കൺ ഇംഗ്ലീഷിലും കമ്മ്യൂണിക്കേഷൻ ഇംഗ്ലീഷിലും ഗ്രാമറിലും ഈ ഫ്യൂച്ചറിനെ ഷെഡ്യൂൾഡ് ഫ്യൂച്ചർ ആക്ടിവിറ്റി കാണിക്കാനും നമ്മൾ പ്രസൻറ്റ്, സിമ്പിൾ പ്രസൻറ്റ് ഉപയോഗിക്കാറുണ്ട്. പ്രസൻറ്റ് ഇൻഡെഫിനിറ്റ് എന്നും ഇതിനെ പറയും. പ്രസൻറ്റ് ഇൻഡെഫിനിറ്റ് ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ ഫ്യൂച്ചർ യേശുദാസ് സിംഗ്സ് അറ്റ് നിശാഗന്ധി ഓഡിറ്റോറിയം നെക്സ്റ്റ് വെനസ്ഡേ. നെക്സ്റ്റ് വെനസ്ഡേ യേശുദാസ് സിംഗ്സ് അറ്റ് നിശാഗന്ധി ഓഡിറ്റോറിയം. അടുത്ത വെനസ്ഡേയാണ്, പക്ഷേ പാടുന്നു നമ്മൾ പറഞ്ഞു. യേശുദാസ് പാടുന്നുണ്ടേ, അടുത്ത ബുധനാഴ്ച നിശാഗന്ധിയിൽ യേശുദാസ് പാടുന്നു എന്ന് പറഞ്ഞ് നമ്മൾ പറഞ്ഞു. അടുത്തതെന്ന് പറയുന്നത് പ്രസൻറ്റ് കണ്ടിന്യൂസ് ആണ്. പ്രസൻറ്റ് കണ്ടിന്യൂസ് നമ്മൾ പറഞ്ഞു, ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് സബ്ജക്റ്റ് കഴിഞ്ഞിട്ട് ഈസോ, ആമോ, ആറോ കാണും. അത് കഴിഞ്ഞിട്ട് ഫസ്റ്റ് വെർബിനോടൊപ്പം ഐ എൻ ജി എപ്പോഴും ഫസ്റ്റ് വെർബിനോട് മാത്രമേ ചേർക്കുകയുള്ളൂ. ING ഓഫ് വെർബ്. അതിന് ഈസ് ഉപയോഗിക്കുന്ന എപ്പോഴും സിംഗുലർ സബ്ജക്റ്റ് ആകുമ്പോൾ ഈസ് ഉപയോഗിക്കുന്നു. ഐ വരുമ്പോൾ ആം ഉപയോഗിക്കുന്നു. യുവും പ്ലൂറലും വരുമ്പോൾ ആറാണ് ഉപയോഗിക്കേണ്ടത്. മൂന്നും കൂടെ ഒരുമിച്ച് ഉപയോഗിക്കേണ്ട. ഷീ ഈസ് സിംഗിങ് എ സോങ്. ഷീ സിംഗ്സ് എ സോങ് എന്ന് പറഞ്ഞാൽ അത് സിംഗിൾ പ്രസൻ്റ് ആണ്. ഷീ സിംഗിൾ ആണ്ട് ഈസ് ചെയ്തു. ഷീ ഈസ് സിംഗിങ് എ സോങ്. ദേ ആർ സിംഗിങ് എ സോങ്. അവർക്ക് ഒരുമിച്ച് ഒരു പാട്ട് പാടിക്കൂടെ? അവരൊരു പാട്ട് പാടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ പറയുന്ന നേരം നടന്നുകൊണ്ടിരിക്കുന്ന പ്രവൃത്തിയാണ്. അപ്പം ഇറ്റ് ഈസ് യൂസ്ഡ് ടു ഡിനോട്ട്, ദിസ് ടെൻസ് ഈസ് യൂസ്ഡ് ടു ഡിനോട്ട് എ കണ്ടിന്യൂസ് ആക്ഷൻ അറ്റ് ദി ടൈം ഓഫ് റിപ്പോർട്ടിംഗ്. ജനറലി അങ്ങനെയാണ്, അറ്റ് ദി ടൈം ഓഫ് റിപ്പോർട്ടിംഗ്. പക്ഷേ സ്പോക്കൺ ഇംഗ്ലീഷ് ചെയ്ത് പറഞ്ഞാൽ ഫ്യൂച്ചറിൻ്റെ അർത്ഥത്തിലും പറയാറുണ്ട്. മൈ ഫാദർ ഈസ് കമ്മിങ് നെക്സ്റ്റ് മൺഡേ എന്ന് പറഞ്ഞാൽ അവിടെ വന്നുകൊണ്ടിരിക്കുന്നു എന്നല്ല, വരും എന്നർത്ഥം സ്പോക്കൺ ഇംഗ്ലീഷിൽ വരും. പക്ഷേ ഗ്രാമറിൽ ഇത് പറയുന്ന സമയത്ത് നടന്നുകൊണ്ടിരിക്കുന്ന പ്രവൃത്തിയായിരിക്കണം. ദ ബോയ്സ് ആർ പ്ലേയിങ് ക്രിക്കറ്റ്. യു ആർ ആൾ ലിസണിങ് ടു മൈ ഇംഗ്ലീഷ് ഗ്രാമർ ക്ലാസ്. യു ആർ ആൾ ലിസണിങ്, ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. LISTENING, ലിസണിങ്. ഐ ആം ഡൂയിങ് മൈ ഹോംവർക്ക്. ഞാൻ എൻ്റെ ഹോംവർക്കായി ആമാ ചേർത്തത്, ഡൂയിങ് മൈ ഹോംവർക്ക്. അടുത്തത് പ്രസൻറ്റ് പെർഫെക്റ്റ് ആണ്. പ്രസൻറ്റ് പെർഫെക്റ്റിൻ്റെ 3 ആശയങ്ങൾ പറഞ്ഞിരുന്നു. അത് ഏതൊക്കെയാണ്? ചെയ്തിട്ടുണ്ട്, ചെയ്തിരിക്കുന്നു, ചെയ്തിരിക്കുകയാണ്. അത് ഏത് വെർബ് വരുന്നോ അതനുസരിച്ച് മാറും. ഹാസ് ഓർ ഹാവ് പ്ലസ് V3 ആണ്. എവിടെ വെച്ചാലും V3 മാത്രമേ ഉപയോഗിക്കാവൂ. ഹാസ് ഓർ ഹാവ് പ്ലസ് V3. ഹാസ് ഓർ ഹാവ് ചേർത്തിട്ട് V3 ചേർക്കുമ്പം പ്രസൻറ്റ് പെർഫെക്റ്റ് കിട്ടും. അതിൻ്റെ അർത്ഥം ചെയ്തിട്ടുണ്ട് 3 അർത്ഥമാണ്. ചെയ്തിരിക്കുന്നു, ചെയ്തിരിക്കണം. ഇത്രയും അർത്ഥം മനസ്സിൽ വരുമ്പോൾ നമ്മൾ പ്രസൻറ്റ് പെർഫെക്റ്റ് ഉപയോഗിക്കാവും. ഞാൻ നേരത്തെ പറഞ്ഞു, അവൻ വരുന്നു, ഹി കംസ്. അവൻ വന്നു, ഹി കെയിം. ഹി ഹാസ് കം. അവൻ വന്നിട്ടുണ്ട്, അവൻ വന്നിരിക്കുന്നു, വന്നിരിക്കുകയാണ്. വരവിൻ്റെ ആക്ടിവിറ്റി കഴിഞ്ഞു, പക്ഷേ എഫക്റ്റ് ഇപ്പോഴും നിൽക്കുന്നു. ദി ആക്ഷൻ ഈസ് ഓവർ, എഫക്റ്റ് റിമെയിൻസ്. ദി ആക്ഷൻ ഈസ് ഓവർ, എഫക്റ്റ് റിമെയിൻസ്. അത് അങ്ങനെയുള്ള അവസ്ഥയിൽ നടക്കും. പഴയ കാര്യങ്ങൾ പോലും പ്രസൻറ്റ് പെർഫെക്റ്റ് പറയും. ഇപ്പോൾ എങ്ങനെയാണ് ആ ആക്ടിവിറ്റി കഴിഞ്ഞിട്ട് അതിൻ്റെ ഒരു തീർപ്പ് ഇപ്പോഴും ആയിട്ടില്ല, ഇപ്പോഴും ആ എഫക്റ്റ് നിലവിലാണ് എന്നുണ്ടെങ്കിൽ അത് നമ്മളങ്ങനെ പറയുന്നത്. മൈ കസിൻ ഹാസ് ഫയൽഡ് എ കേസ് ഡിമാൻഡിങ് ദിസ് പ്രോപ്പർട്ടി. ഈ പ്രോപ്പർട്ടി ഡിമാൻഡ് ചെയ്തുകൊണ്ട് എൻ്റെ കസിൻ ഒരു കേസ് കൊടുത്തിട്ടുണ്ട്. എന്നാ കൊടുത്ത് ഇപ്പോൾ കൊടുത്തിട്ട് പിന്നെ വേർപാറാതെ നിൽക്കുമൊന്നുമല്ല. നമ്മുടെ സിവിൽ കോർട്ടല്ലേ, തീരുമാനമായിട്ടില്ല, 6-7 കൊല്ലമായി. ഐ ഹാവ് റിട്ടൺ സോ മെനി ടെസ്റ്റ്സ്. ഒരുപാട് PSC ടെസ്റ്റൊക്കെ നമ്മൾ PSC ഇല്ലേ, എത്ര കാലമായി എഴുതിയിട്ട് 2-3 കൊല്ലമായി, ഇതുവരെ റിസൾട്ട് വന്നില്ല. റിസൾട്ട് വരാത്രത്തോളം കാലം ഞാൻ എഴുതിയിട്ടുണ്ട് എന്ന് പറയാം. അവിടെ ജസ്റ്റ് കംപ്ലീറ്റഡ് ആക്ഷൻ എന്ന് മാത്രം പറഞ്ഞാൽ ഒക്കത്തില്ല. അപ്പം ജസ്റ്റ് കംപ്ലീറ്റഡ് ആക്ഷൻ ഉണ്ട്, അവൻ വന്നിട്ടുണ്ട്, വന്നിരിക്കുന്നു, വന്നിരിക്കുകയാണ്, വേർപോലും മാറാതെ വന്നിരിക്കുകയാണ്. അതുപോലെ തന്നെ ഏറ്റവും സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള അൺഫർഗറ്റബിൾ ആയിട്ടുള്ള അവിസ്മരണീയവും അതിപ്രാധാന്യവുമുള്ള ഒരു സംഗതി വന്നിട്ടുണ്ട്. ഗാന്ധി ഹാസ് കം ടു ദിസ് ടെമ്പിൾ. ഗാന്ധി ഈ അമ്പലത്തിൽ വന്നിട്ടുണ്ട്. വർഷങ്ങൾക്ക് മുമ്പാണ്, എത്രയോ വർഷങ്ങൾക്ക് മുമ്പ്, ഒരു 10 വർഷം മുമ്പ് ഗാന്ധി വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ പറയുന്നത് ഗാന്ധി വന്നത് ഭയങ്കര സംഭവമാണ്. ഗാന്ധി ഹാസ് കം ടു ദിസ് ടെമ്പിൾ. ഗാന്ധി ഈ അമ്പലത്തിൽ വന്നിട്ട് ഇപ്പോൾ വന്നിട്ട് വേറെ മാറാതിരിക്കുകയല്ല. അതുപോലെ തന്നെ ഐ ഹാവ് സീൻ താജ്മഹൽ. 6 പഠിക്കുമ്പോൾ ടൂറിന് പോയെന്നൊക്കെ കഴിഞ്ഞ വർഷം പറഞ്ഞു. എത്രയോ വർഷങ്ങൾ കഴിഞ്ഞിട്ടും അത് മഹാസംഭവമാണ്, അവിസ്മരണീയമായതുകൊണ്ട് ഞാൻ താജ്മഹൽ കണ്ടിട്ടുണ്ട് എന്ന് പറയുന്നു. അത് ഞാൻ റീക്യാപ്പ് ചെയ്തതാണ്. അതുകൊണ്ട് അടുത്ത
ഇതിലേക്ക് വരികയാണ്. അത് പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ആണ്. മലയാളത്തിൽ അങ്ങനെ ടെൻസ് ഇല്ല. അത് കഴിഞ്ഞ കാലത്ത് തുടർന്ന് വന്നൊരു പ്രവൃത്തി തുടർന്ന് വന്ന് കഴിഞ്ഞ കാലത്ത് എന്നോ തുടങ്ങിയ ഒരു പ്രവൃത്തി തുടർന്ന് വന്ന് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണെങ്കിലും ജസ്റ്റ് ഇപ്പോൾ അവസാനിക്കുന്നെങ്കിലും നമുക്ക് പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് പറയണം എന്നാണ് ഇംഗ്ലീഷിൽ. അപ്പോൾ അവിടെ നമ്മൾക്ക് റേഞ്ച് ഉണ്ട്, പിന്നിൽ നിന്ന് റേഞ്ച് ഉണ്ട് ഈ ആക്ടിവിറ്റിക്ക്. അതുകൊണ്ടാണ് പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് നമ്മൾ ഉപയോഗിക്കുന്നത്. അതായത് ഐ ആം ഡൂയിങ് ഹോംവർക്ക് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ, നേരത്തെ കൊണ്ടൊന്നുമില്ല. ഐ ഹാവ് ബീൻ ഡൂയിങ് ഹോംവർക്ക് ഫോർ ദി ലാസ്റ്റ് 1.5 hours. അത് 1.5 മണിക്കൂറായിട്ട് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. 1.5 മണിക്കൂർ തുടങ്ങിയിട്ട് ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഹാവ് ബീൻ ചേർക്കുന്നു. അതിന് ഹാവ് ഓർ ഹാസ് പ്ലസ് ബീൻ പ്ലസ് ing ഓഫ് വെർബാണ്. ഹാവ് ഓർ ഹാസ് പ്ലസ് ബീൻ പ്ലസ് ing ഓഫ് വെർബ്. അത് എങ്ങനെ ചേർക്കാവൂ? സിംഗുലാർ സബ്ജക്റ്റ് വരുമ്പോൾ ഹാസ് ബീൻ ing, പ്ലൂറലും ഐയും യുവും വന്നാൽ ഹാവ് പ്ലസ് ബീൻ പ്ലസ് ing ആണ്. പ്ലൂറലും ഐയും യുവും വരികയാണ്. ഇത്രയേ ഉള്ളൂ. അർത്ഥം ഒന്ന് തന്നെയാണ്. കുറച്ച് ചെയ്തു വരികയാണ്, കുറച്ച് ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ വി ഹാവ് ബീൻ സ്റ്റഡിയിങ് ക്ലാസിക്കൽ മ്യൂസിക് ഫോർ ദി ലാസ്റ്റ് 3 years. ഞങ്ങൾ കഴിഞ്ഞ ഒരു 3 വർഷമായിട്ട് ക്ലാസിക്കൽ മ്യൂസിക് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. വി ഹാവ് ബീൻ സ്റ്റഡിയിങ് ക്ലാസിക്കൽ മ്യൂസിക്. ദേ ഹാവ് ബീൻ പ്ലേയിങ് ക്രിക്കറ്റ് ഫ്രം early in the morning. From early in the morning, since early in the morning, since early in the morning, സിൻസും ഫോറും തമ്മിൽ വ്യത്യാസമൊക്കെ ഈ ടെൻസിലാണ് വരുന്നത്. ഹാവ് ബീൻ ഹാസ് ബീൻ അതാണ്. അത് സെപ്പറേറ്റ് ടോപ്പിക്കാണ്, പിന്നെ നമുക്ക് എടുക്കാം. അപ്പോൾ ദേ ഹാവ് ബീൻ പ്ലേയിങ്, ദ ബോയ്സ് ഹാവ് ബീൻ പ്ലേയിങ് ക്രിക്കറ്റ് ഫോർ ദി ലാസ്റ്റ് 3 years, ഫോർ ദി ലാസ്റ്റ് 3 years അല്ലെങ്കിൽ സിൻസ് ഏർലി ഇൻ ദി മോർണിംഗ്. ക്രിക്കറ്റ് തുടങ്ങിയിട്ട് നിർത്തുന്നില്ല, കുറേ നേരം കൊണ്ടേ തുടങ്ങിക്കൊണ്ടിരിക്കുകയാണ്. That's all for this episode. Thank you all for listening me. We'll be meeting in the next episode with the rest of the topic.